ഹൈ ഗൈസ്, അപ്പം ഞാൻ വന്നിരിക്കുന്നത് ഇന്ന് നമ്മളൊരു ഗേൾസ് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് കസിൻസുമായിട്ട്. 2 വർഷമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. ഇപ്പോഴാണ് നടക്കുന്നത്. ഇന്നെങ്കിലും നടക്കുമെന്നാണ് ഞങ്ങളെ വിശ്വാസം. അപ്പോൾ ഞങ്ങളടുത്ത് ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. അല്ല 2 ടീംസ് വരുന്നേ ഉള്ളൂ. അതിൽ ഒരു ടീം താണ്ട് ഇറങ്ങി ഹെൽമെറ്റ് വരെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ പ്ലാൻ ചെയ്തത് 11 മണിക്ക് എന്തെങ്കിലും സ്ഥലത്തെത്തണമെന്നാണ്. ഇപ്പം മണി 11:30 ആയിട്ടും വീട്ടിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഇറസ്പോൺസിബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറച്ച് മര്യാദയ്ക്ക് വേണ്ടി ഇപ്പോൾ ചായ കുടിച്ച് എവിടെയെങ്കിലൊക്കെ നിൽക്കാം. ഇനി അതാണ് ഞങ്ങളുടെ പ്ലാൻ. ഈ പിള്ളേർ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരു ചായക്കടയിലൊക്കെ പോയി 2 ചായയൊക്കെ പറഞ്ഞിട്ടിരുന്നു. 1 മണിക്ക് എത്തേണ്ട, അല്ല 11 മണിക്ക് എത്തേണ്ട സ്ഥലത്ത് നമ്മൾ 1 മണിക്ക് എങ്ങനെയൊക്കെ എത്തിച്ചേർന്നു. അങ്ങനെ സംഭവം സെക്ടർ 7 നൈസായിരുന്നു കേട്ടോ. നല്ല വൈബ് സ്ഥലം. ഞങ്ങൾ അവിടെ മൊത്തം ഇങ്ങനെ ചുറ്റി കണ്ടു. കയറുമ്പോൾ തന്നെ ഒരു കിഡിലെ ആംബിയൻസ് ഉണ്ട്, ഒരു ഗെയിമിങ്ങിൻ്റെ. ഞങ്ങൾ ആദ്യം തന്നെ ഈ ലേസർ ടാഗിനോട്ടാണ് പോയത്. അവിടെ നമ്മൾ ഗ്രൂപ്പായിട്ട് 4 പേരായിട്ട് കളിച്ചതാണ്. സൂപ്പർ നൈസ് ആയിരുന്നു ഗായ്സ്. 2 ഗെയിം കഴിഞ്ഞ് എല്ലാം വന്നിരിക്കുകയാണ് ഗായ്സ്. ഇതാണ് VIP. ഇതാണ് ഇനി അടുത്ത നെക്സ്റ്റ് ഇതാണ് കളിക്കാൻ പോണം. എല്ലാവരും റെഡി ആയിട്ടിരിക്കുവല്ല. റെഡി ആണെന്ന് പറഞ്ഞ ഡാൻസ് റെഡി. ഓക്കെ നമ്മളിത് കളിച്ച് തളർന്ന് പണ്ടാരോടൊക്കെ ഇരിക്കുന്ന നന്ദിനിയൊക്കെ അവസ്ഥ. പിന്നെ അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്ന VR ഗെയിം ആയിരുന്നു. ഞാൻ ഈ കളിക്കുന്ന ഗുസ്തിയാണ് ഗൈസ്. ഈ ജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നടന്ന് പോകുന്നത്. പിന്നെ മേച്ചി ആണെങ്കിൽ ഒരു സ്വോർഡ് ഗെയിമാണ് എടുത്തത്. പിന്നെ നന്ദിനിയുടെ ഈ പ്രകടനം മുഴുവൻ ഗുസ്തിക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. എക്സൈറ്റഡ് ആണോ? ഇതൊക്കെ കണ്ടാ മതി. അവനെ നോക്കണ്ടേ, ഇനി ഇടിച്ച് താർക്ക വരാ, അവൻ ചാവട്ടെ. 3:30 അങ്ങനെ ഫുഡ് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരുന്ന ഞങ്ങളുടെ മുന്നിൽ ഫുഡ് എത്തിയപ്പോഴത്തേക്കും ആ വാവുട്ടിയുടെ മുഖത്തുള്ള പ്രസന്നതൊക്കെ കണ്ടോ. ഇതിന്ന് തീർന്ന് ഇന്ന് ഞങ്ങളിങ്ങനെ മറിച്ചിടുമെന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിരുന്ന് ഫുഡൊക്കെ അടിച്ചു തുടങ്ങി. എന്നെയും മേച്ചിയും കൊണ്ട് പറ്റിയില്ല. പിന്നെ വണ്ടിയിലുള്ള പ്രകടനം ഇത് പിന്നെ മസ്റ്റാണല്ലോ. അങ്ങനെ സ്പോട്ടിലെത്തി മേച്ചി ഈ അന്തം വിട്ട് നിൽക്കുന്ന എന്താന്ന് വെച്ചാൽ, ആ ബോഡി കാണുന്ന ഒരുപാട് പേര് അവിടുത്തെ ഒഴുക്കിൽ വിട്ട് മരിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാ ഈ വെള്ളത്തിലൊക്കെ ഈ സമയത്തൊക്കെ ഇറങ്ങുന്ന? നല്ല ഒഴുക്കുള്ള സ്ഥലമല്ലേ. ഞാൻ നോക്കിയ അമ്മതിരി ഒഴുക്കായിരുന്നു. ഇവിടെ നിന്ന് നടന്ന് ആ പാറയിലെത്താനാണ് നമ്മുടെ സ്കീം. ഓക്കെ ഗൈസ്, കാരണം ഞങ്ങളിവിടെ സെറ്റായിട്ട് വന്നിരിക്കുക. ഇവിടെ നിന്ന് കയറി ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പട്ടിയെ കണ്ടിട്ട് പേടിച്ച് നന്ദിനി ഇവിടെ നിൽപ്പുണ്ട്. അവിടെ നിന്ന് ഇവിടം വരെ വരാൻ നന്ദിനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ നമ്മളവിടെ കുറച്ച് സൊറയൊക്കെ പറഞ്ഞ് 1 മണിക്കൂർ നുണയൊക്കെ പറഞ്ഞിരുന്നപ്പോൾ നന്ദിനി അവിടെ വലിയ ചുഴിയൊക്കെ കണ്ടു എന്നാണ് പറയുന്നത്. അതിലൊക്കെ പെട്ട ഡെഡാണ്. പിന്നെ നമ്മളവിടെ നിന്ന് നൈസിലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അടുത്ത സ്പോട്ട് തപ്പി പോകുമായിരുന്നു. ചേച്ചിമാർക്ക് വൈബ് പോരാൻ തൊട്ട് 5 കിലോമീറ്റർ താണ്ടി നമ്മളൊരു വാട്ട ചായയും വാട്ട കോഫിയും കുടിക്കാനായിട്ട് അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ ചായയൊക്കെ ഊതി കുടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.